വർഷങ്ങളായി ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. എന്താണ് ക്രിസ്മസിന്റെ ചരിത്രം, എന്താണ് ക്രിസ്മസിന്റെ അർത്ഥം തുടങ്ങി നിരവധി കാര്യങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നാം അറിയേണ്ടതായിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ ജന്മദിനമാണ് ലോകമെങ്ങും ക്രിസ്മസ് ആയി കൊണ്ടാടുന്നത്. ആദം പാപം ചെയ്ത് സ്വർഗരാജ്യം നഷ്ടപ്പെടുത്തിയ ശേഷം ദൈവം ആദത്തിന് വാഗ്ദാനം ചെയ്ത രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ പിറന്നാളാണിന്ന്. അബ്രഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ദാവീദിനോടും ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, രക്ഷകൻ അവരുടെ ഗോത്രത്തിൽ നിന്ന് ജനിക്കുമെന്ന്. ഇസയാസ് പ്രവചിച്ചു, രക്ഷകൻ ദൈവവും ഒരു കന്യകയുടെ പുത്രനുമായിരിക്കുമെന്ന്. മിക്ക പ്രഖ്യാപിച്ചു, രക്ഷകൻ ബെത്ലഹേമിൽ ജനിക്കുമെന്ന്. ദാനിയേൽ അവിടുത്തെ ജനനകാലം അറിയിച്ചു. സമയത്തിന്റെ പൂർണ്ണതയിൽ അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന പ്രകാരം ജനസംഖ്യ എടുത്ത അവസരത്തിൽ താന്താങ്ങളുടെ നഗരത്തിൽ പേരു ചേർക്കണമെന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നതിനാൽ വിശുദ്ധ യൗസേപ്പും കന്യകാമറിയവും ബെത്ലഹേമിലെത്തി. ആരും അവർക്ക് താമസിക്കാൻ സ്ഥലം കൊടുക്കാഞ്ഞതിനാൽ ഒരു ഗുഹയിൽ മറിയം പ്രസവിച്ചു. കുട്ടിയെ ഒരു പുൽത്തൊട്ടിൽ കിടത്തി. ആ പ്രദേശത്തെ പുൽത്തകിടികളിൽ ആട്ടിടയന്മാർ രാത്രി വിശ്രമിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു ദേവദൂതൻ അവിടെ എത്തി ആട്ടിടയന്മാരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ ലോകത്തിന് മുഴുവൻ ആനന്ദസംദായകമായ ഒരു സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ഇന്ന് ദാവീദിന്റെ നഗരത്തിൽ നിങ്ങൾക്കൊരു രക്ഷകൻ, കർത്താവായ മിശിഹ ജനിച്ചിരിക്കുന്നു. പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. ഉടനെ മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് സ്തുതിഗീതം പാടി. സങ്കീർത്തനം 2:7 നാം ഇങ്ങനെ വായിക്കുന്നു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. പുൽത്തൊട്ടിലിൽ കിടക്കുന്ന ശിശു സത്യമായും ദൈവത്തിൻ്റെ പുത്രനാണ്. നിത്യമായ ഒരു ഏകാന്തതയല്ല ദൈവം, മറിച്ച് സ്നേഹത്തിൻ്റെയും പരസ്പര സ്വയം ദാനത്തിൻ്റെയും ഒരു വലയമാണ്. അവിടുന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്. ക്രിസ്തുമസിൽ ദൈവസ്നേഹം കൂടുതൽ വ്യക്തമാകുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പുത്രനായ ദൈവവുമായ യേശു ക്രിസ്തുവിൽ ദൈവം സ്വയം മനുഷ്യനാകുന്നു. ക്രിസ്തുവിനോട് ദൈവപിതാവ് പറയുന്നു, നീ എൻ്റെ പുത്രനാണ്. ദൈവത്തിൻ്റെ നിത്യമായ ഇന്ന് ലോകത്തിൻ്റെ ക്ഷണികമായ ഇന്നിലേക്ക് താൻ ഇറങ്ങി വന്ന് നമ്മുടെ നശ്വരമായ ഇന്നിനെ ദൈവത്തിൻ്റെ നിത്യമായ ഇന്നിലേക്ക് ഉയർത്തി. ദൈവം അത്രയേറെ വലിയവനായതിനാൽ അവിടത്തേക്ക് തീരെ ചെറുതാകാനും സാധിക്കും. ദൈവം അത്രയേറെ ശക്തിയുള്ളവനാകയാൽ അവിടത്തേക്ക് ദുർബലനാകാനും നാം അവിടുത്തെ സ്നേഹിക്കത്തക്ക വിധം സ്വയം പ്രതിരോധിക്കാനാകാത്ത ഒരു ശിശുവായി നമ്മുടെ ഇടയിലേക്ക് വരാനും സാധിക്കും. നാം അവിടത്തോടൊപ്പമായിരിക്കുവാനും അവിടുത്തെ പോലെ ആയിത്തീരാനും അവിടുന്ന് നമ്മളിൽ ഒരാളായിരിക്കുന്നു. പുൽക്കൂട്ടിൽ കിടക്കുന്ന ശിശുവിനെ ഒരു അടയാളമായി അവിടുന്ന് നൽകിയിരിക്കുന്നു. ഓരോ ശിശുവിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെയും സാമീപ്യത്തിൻ്റെയും ശോഭ വിളങ്ങുന്നുണ്ടെന്ന് അവിടുന്ന് ക്രിസ്തുമസിൽ നമ്മെ പഠിപ്പിക്കുന്നു. മഹാനായ വിശുദ്ധ ഗ്രിഗറി ക്രിസ്മസ് ദിവസം എല്ലാ വൈദികർക്കും 3 കുർബാന ചൊല്ലാൻ അനുവാദം നൽകി. പിതാവിൽ നിന്നുള്ള പുത്രന്റെ നിത്യമായ ജനനവും സമയത്തിന്റെ പൂർണ്ണതയിൽ കന്യകാംബികയിൽ നിന്നുള്ള പിറവിയും യഥാസമയം നമ്മുടെ ആത്മാക്കളിലുള്ള ക്രിസ്തുവിന്റെ ജനനവും അനുസ്മരിപ്പിക്കുന്നവയാണ് ഈ 3 ബലികൾ. ക്രിസ്തുവിന്റെ കുർബാന എന്ന അർത്ഥം വരുന്ന ക്രിസ്റ്റസ്, മാസേ എന്നീ 2 പദങ്ങളിൽ നിന്നാണ് ക്രിസ്മസ് എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ദിവ്യബലി എന്ന അർത്ഥമുള്ള ക്രിസ്തുമസ് പദം പ്രധാനമായി സൂചിപ്പിക്കുന്നത് മനുഷ്യാവതാരത്തിലുള്ള ക്രിസ്തുവിന്റെ ബലിയാണെങ്കിലും 3 ദിവ്യബലി ക്രിസ്മസ് എന്ന പദത്തെ സാർത്ഥമാക്കുന്നുണ്ട്. AD 1-ാം നൂറ്റാണ്ടു മുതൽ പുൽക്കൂടൊരുക്കൽ രീതി തുടങ്ങിയതായി കരുതപ്പെടുന്നു. 1223 വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരുക്കിയ പുൽക്കൂടാണ് ആദ്യത്തെ പുൽക്കൂടായി പരിഗണിക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരു പുൽക്കൂടുണ്ടാക്കി ജീവനുള്ള ഒരു കാളയെയും ഒരു കഴുതയെയും ഗ്രേച്ചിയോ നഗരത്തിൽ ഒരു ഗുഹയിൽ പ്രദർശിപ്പിച്ചു. വിശുദ്ധ കുർബാനയുടെ സമയത്ത് വിശുദ്ധ ഫ്രാൻസിസ് ദൈവത്തിന്റെ അനന്തകാരുണ്യത്തെയും സ്നേഹത്തെയും പറ്റി പ്രസംഗിച്ചപ്പോൾ വിശുദ്ധന്റെ കയ്യിലുണ്ടായ ഉണ്ണീശോയുടെ രൂപം ഏതാനും നിമിഷത്തേക്ക് സജീവമായതുപോലെ പ്രേക്ഷകർക്ക് തോന്നി. 8-ാം നൂറ്റാണ്ടിലാണ് ക്രിസ്മസ് മരം എന്ന രീതി ജർമ്മനിയിൽ ആരംഭിച്ചത്. ജർമ്മൻകാർ ക്രിസ്മസ് നാളുകളിൽ പിരമിഡ് ആകൃതിയിലുള്ള മരങ്ങൾ അലങ്കരിക്കുന്ന ഈ രീതി പിന്നീട് പ്രചാരത്തിലാക്കി. ക്രിസ്തു ജനിച്ചപ്പോൾ കാണാൻ കിഴക്കുനിന്ന് എത്തിയ 3 ജ്ഞാനികളെപ്പറ്റി സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്. അവർക്ക് വഴികാട്ടിയായ വാൽ നക്ഷത്രത്തെ അനുസ്മരിച്ചാണ് നക്ഷത്രം തൂക്കുന്ന പതിവ് ആരംഭിച്ചത്.
പേഗൻ വംശജർ ശൈത്യകാലത്തെ വരവേൽക്കാനായി ഉപയോഗിച്ചിരുന്നത് ഫർ എന്ന വൃക്ഷമായിരുന്നു. അതിൽ നിന്നാണ് ക്രിസ്മസ് ട്രീ വന്നതെന്നും പറയപ്പെടുന്നുണ്ട്.